Yo guys, welcome back to another brand new video. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് യൂറോ യു എസ് ഡിയിൽ നമ്മൾ ഇന്നെടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഷോർട്ട് ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് വീക്ക്ലി ടൈം ഫ്രെയിം മുതൽ ജസ്റ്റ് ഒന്ന് നോക്കാം. യൂറോ യു എസ് ഡി വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് റീസെന്റ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് താഴോട്ടായിരുന്നു. സോ ബ്രേക്ക് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഹയസ്റ്റ് പോയിന്റും അതുപോലെ ലോവസ്റ്റ് പോയിന്റും ഇത് രണ്ടുമായിരുന്നു. സോ നമുക്ക് കാണാൻ പറ്റും ഇതായിരുന്നു നമ്മുടെ കറണ്ട് ട്രേഡിംഗ് റേഞ്ച്. ഈ ഒരു പ്രീമിയം ലെവലിലായിരുന്നു നമ്മൾ ഈ ഒരു വീക്ക്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ അവിടുന്ന് മാർക്കറ്റ് ഡെയിലിയിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ആ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലെ സപ്ലൈ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എത്തിയ സമയത്ത് ഒരു സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി ഫോർവേഡ് ടൈം ഫ്രെയിം ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കാണാൻ കഴിയും. സോ ഫോർവേഡ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒരു ക്ലീൻ ആയിട്ടുള്ള ബ്രേക്ക് താഴോട്ടേക്ക് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് റീസെന്റ് ഉണ്ടായിരുന്ന സ്ട്രക്ചർ ആയിരുന്നു. നമുക്ക് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഈ ലാസ്റ്റ് ഡിമാൻഡ് ലെവലും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഇവിടെ ഒരു ഫോർവേഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കിവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് വരാം. എന്താണ് മാർക്കറ്റ് ഒന്ന് റിയാക്ട് ചെയ്യുന്നത് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു ക്ലിയർ ബിയറിഷ് ഓർഡർ ഫ്ലോയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്യുന്ന കാണാൻ പറ്റും. ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ, ഈ ഒരു ഫോർമേഷനിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് തന്ന സമയത്ത് റീസെന്റ് ഈ ഒരു ബ്രേക്ക് തന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ഈ ഒരു ഹൈന്റെ മേലുള്ള ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് നമുക്കൊരു ബ്രേക്ക് താഴോട്ടേക്ക് തന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഏരിയ, ഈ ഒരു വിക്ക് എന്ന് പറയുന്നത് സപ്ലൈ ഏരിയ ആണ്. ഓക്കെ, ഈ ഒരു സപ്ലൈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ പ്രോബബിലിറ്റി ആണ്, കാരണം അതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഇന്ന് ഫോം ചെയ്തിട്ടുള്ള ഏഷ്യൻ റേഞ്ചും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കുന്ന സമയത്ത് ഏഷ്യന്റെ ഹൈ അതുപോലെ ഏഷ്യന്റെ ലോ. ഓക്കെ, ഈ ഒരു ബോക്സ് ഏഷ്യൻ ഹൈ ലോ ആണ്. സോ നമുക്ക് കാണാൻ പറ്റും ഏഷ്യന്റെ ആ ഒരു ഹൈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ സോണിന്റെ തൊട്ടടുത്താണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്, ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മാർക്കറ്റ് അവിടുന്ന് എങ്ങനെയാണ് ആ ഒരു ട്രേഡ് അല്ലെങ്കിൽ ആ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാർക്കറ്റ് ഓൾറെഡി എന്താണ് ഒരു ബിയറിഷ് ഓർഡർ ഫ്ലോ ആണ് 15 മിനിറ്റിൽ. അതുപോലെ നമുക്കൊരു ടെസ്റ്റ് ചെയ്യാത്ത സപ്ലൈ ലെവൽ ഉണ്ട്. സോ ഈ ഒരു സപ്ലൈ ലെവൽ നമുക്ക് 5 മിനിറ്റിൽ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ക്ലീൻ ആയിട്ടുള്ള വിക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈവൻ ലോവസ്റ്റ് ടൈം ഫ്രെയിമിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്യാൻഡിൽ അല്ലാതെ ലാസ്റ്റ് ബൈ ക്യാൻഡിൽ നമുക്ക് ക്ലീൻ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ഏരിയ നമ്മളെ സപ്ലൈ ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്ക് കാണാൻ പറ്റും ആ ഒരു സോണിന്റെ തൊട്ടടുത്തായിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സോണിന് ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, സോ മാർക്കറ്റ് എങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നമ്മൾ ഈ ഒരു സോണിലായിരുന്നു നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ അതിന്റെ മേലെ ഈ ഒരു സോണിന്റെ മേലായിരുന്നു നമ്മൾ സ്റ്റോപ്പ് ലോസ്. സോ നമ്മൾ ഒബ്വിയസ്ലി ടാർഗറ്റ് ചെയ്യുന്നത് ഏഷ്യന്റെ ലോ ആയിരിക്കും. വൺസ് മാർക്കറ്റ് ഏഷ്യൻ ഹൈ ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അടുത്ത ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഷ്യൻ ലോ ആയിരിക്കും. സോ മാർക്കറ്റ് എങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. സോ നമ്മുടെ ക്ലീൻ ആയിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. സോൺ ടാപ്പ് ചെയ്തതിനു ശേഷം ക്ലീൻ ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഈസി ആയിട്ട് നമ്മളെ 1:3 ടാർഗറ്റ് ലെവൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏഷ്യനിലോ ടാർഗറ്റ് ഇവിടെ റീച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 15 മിനിറ്റിലെ ഓർഡർ ഫ്ലോ, അതുപോലെ നമ്മൾ ഉണ്ടായിരുന്നത് ഹയസ്റ്റ് ടൈം ഫ്രെയിമിന്റെ ഒരു പ്രീമിയം ലെവലിൽ നിന്നായിരുന്നു. സോ നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രീമിയം ലെവലിലാണ്, ഹയർ ടൈം ഫ്രെയിമിൽ പ്രീമിയം ലെവലിൽ നിന്നാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ പ്രീമിയം ഡിസ്കൗണ്ട് ലെവലിൽ നിന്നാണ് നമ്മൾ ട്രേഡുകൾ എടുക്കുന്നത് എന്ന് ഉറപ്പിക്കുക. പിന്നെ അതുപോലെ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലെങ്കിലും മിനിമം നമുക്ക് എന്ത് വേണം, സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് സോൺസ് വേണം. ഓക്കെ, സോ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ട്രേഡ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ ഈ അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ അതുപോലെ അതിനെ കുറിച്ച് കൂടുതൽ അറിയാനും താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോം കിട്ടും. ആ ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ,
സോ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.